ടോബി എന്നെയും കൂടി കൊണ്ടുപോകും ടോബി. ദുഷ്ട എന്നെ ചതിച്ചല്ലോ. എന്നോട് ഇത് വേണ്ടായിരുന്നു ടോബി, എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്നെ ചതിച്ചേ. എന്റെ ലച്ചു, അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ മഴ. അതെ അതെ, നമ്മളെ കൊടയെടുത്ത് നന്നായി. വാ വേഗം നടക്കാം, ചിലപ്പോൾ അമ്മ നമ്മളെ അന്വേഷിച്ച് വന്നാലോ. മഴ കൂടുവാണെങ്കിൽ ഞാൻ പാറുവിൻ്റെ വീട്ടിൽ നിൽക്കാട്ടോ. അവിടുന്ന് അമ്മേനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അത് മതി ലച്ചു, മഴയൊക്കെ മാറിയിട്ട് പയ്യെ പോയാൽ മതി. ഇടിവെട്ടുണ്ടല്ലോ. അയ്യോ ദേ പാറു നോക്കി, ഒരു കുട പറഞ്ഞു കിടക്കുന്നു. ആ കണ്ടിട്ട് നല്ല പരിചയമുള്ളൊരു കുട. പാറു മഴ നനയല്ലേ, ഒന്ന് നോക്കിയിട്ട് വരാട്ടോ. അയ്യോ ചേച്ചി, ചേച്ചി 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 എന്നാ പറ്റി? ഒന്നുമില്ല ചേച്ചി, ഇതെന്നാ പിന്നെ നീ മഴയത്തോന്നിരിക്കുന്നേ? എടി വീട് പോയതാടി. അയ്യോ എന്നിട്ട് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ലടി. അയ്യോ കരയില്ലേ ചേച്ചി, കരയില്ലേ. വാ നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ ചേച്ചി എന്തെങ്കിലും പറ്റിയോ? എന്താ എണീക്കാത്തെ? വരാം. ലിച്ചു ആ കുട എടുക്ക്. എണീക്ക് ചേച്ചി എണീക്ക്. എന്നാ ഈ കുട പിടിക്ക്, മഴ നനയല്ലേ, പനി വരും. ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ലടി, മുടിയൊന്നുമില്ലല്ലോ ചേച്ചി. ഞാൻ ജസ്റ്റ് വീണെന്നേ ഉള്ളൂ. അപ്പൊ തന്നെ എണീറ്റ് പോകണ്ടേ? ഇതെന്താണ്? വാ ചേച്ചി നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ ചേച്ചിനെ പിടിക്കണോ? വേണ്ടടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാവം ചേച്ചി, വാ നമുക്ക് പോവാം. അമ്മേ അമ്മേ ഓടി വാ അമ്മേ. മക്കൾ വന്നാ? പുറത്ത് നല്ല മഴയായിരുന്നല്ലോ. അമ്മ അമ്മ ചേച്ചി വീണമ്മേ. എന്നിട്ട് വരാൻ പറ്റുമോ മക്കളെ? ഇല്ലെന്നാ പറയണേ, പക്ഷെ ചേച്ചി റോട്ടിൽ ഇരിക്കുമായിരുന്നു അമ്മ മഴ നനഞ്ഞോണ്ട്. അയ്യോ എന്നിട്ട് വരാൻ പറ്റുമോ? നോക്കട്ടെ നോക്കട്ടെ. അയ്യോ മൊത്തം നനഞ്ഞല്ലോടി നീ. ഇല്ല അമ്മേ, ഒന്നും പറ്റിയില്ല, നല്ല മഴയായിരുന്നു അതാ. സാരമില്ല കേട്ടോ, മക്കള് പോയി ഈ ഡ്രസ്സൊക്കെ മാറി തലയൊക്കെ നല്ലോണം തോർത്ത്, ഇല്ലെങ്കിൽ പനി വന്നാലോ. ഏം ചെല്ലട്ടോ. ശരി അമ്മേ. പാവം എൻ്റെ കൊച്ച് വല്ലാണ്ട് പേടിച്ചു കാണും. അല്ല മക്കള് വിഷമിക്കണ്ട കേട്ടോ. ലച്ചു ഇരിക്ക് ഇരിക്ക്. എന്താ നിൽക്കുന്നേ? ആ ആൻറ്റി ഇരിക്കാം. ആൻറ്റി പോയി എല്ലാവർക്കും ഒരു സൂപ്പർ ചായ എടുത്തിട്ട് വരാം. ശരി അമ്മ, ചേച്ചി ചായയും കൊടുക്ക്. ഓക്കെ കേട്ടോ, മക്കള് വിശ്രമിക്ക്. ചേച്ചി ഇവിടെ ഇരിക്ക് ലച്ചു. ആ ഒരു മിനിറ്റ്, ഞാൻ പോയി അമ്മേനെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് വരാം കേട്ടോ. ആൻറ്റി ആൻറ്റി അമ്മേനെ ഒന്ന് വിളിച്ച് പറയാവോ ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഞാൻ മഴ തോർന്നിട്ടേ വരുവുള്ളൂന്നൊന്ന് പറഞ്ഞേക്കാവോ? ആൻറ്റിനെന്താ, ആൻറ്റി ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ. എന്നാ പാറു ഇങ്ങനെ നിൽക്കുന്നേ? അതോ പാവം ചേച്ചി, എനിക്ക് കണ്ടപ്പോൾ ആകെ വിഷമായി. സാരമില്ലെന്നേ, ഒന്നും പറ്റിയില്ലല്ലോ. ഇത് പാതിയായിട്ടൊന്നുമില്ല, ചേച്ചി എപ്പോഴും എന്തെങ്കിലും ഒപ്പിച്ച് വെക്കും. ഒന്നുകിൽ കാലിടിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴും. ഇത് തന്നെ പരിപാടി. പാവം ചേച്ചി. ചേച്ചോ എനിക്കൊരു സംശയം. എന്താ പാറു പറ. ചേച്ചി ടോപ്പിച്ചേട്ടനൊപ്പം അല്ലേ പോയത്, പക്ഷേ ചേച്ചി ഒറ്റയ്ക്കായി പോയത് എങ്ങനെയാ? അതെ, അവരൊപ്പമല്ലേ പോകത്തുള്ളൂ, പിന്നെ അങ്ങനെ ഒറ്റയ്ക്കായിപ്പോയി. എനിക്കെന്തോ ദുരൂഹതമാക്കുന്നു. എനിക്കും ഉണ്ട്. നമുക്കിത് കണ്ടുപിടിക്കണം ലച്ചു. ഉറപ്പായി ഇത് കണ്ടുപിടിച്ചേ പറ്റൂ.